പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ ശ്രീശൻ തയ്യിൽ. ഞാനൊരു ഇൻ്റർനാഷണൽ ട്രെയിനറും ഒരു ബിസിനസ് കോച്ചുമാണ്. എന്തുകൊണ്ടാണ് ഞാൻ ബിസിനസ് കോച്ചിങ് തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഈ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നത്. ഞാൻ കാൾസോൾ കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറാണ്. എൻ്റെ മൈക്രോ നീഷായി ഞാൻ ബിസിനസ് കോച്ചിങ് തിരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ട്. ഒരു ഏകദേശം 6 വർഷം മുന്നേ നടന്ന ഒരു വേദനാജനകമായ സംഭവമാണ് എന്നെ ഒരു ബിസിനസ് കോച്ച് ആക്കി മാറ്റിയത്. 31 ജൂലൈ 2019 ഇന്ത്യയെ നടുക്കിയ ആ സംഭവം നടന്നത്. നേത്രാവതി പാലത്തിൻ്റെ അടുത്ത്, മംഗലാപുരത്ത് നേത്രാവതി പാലത്തിൻ്റെ അടുത്തായി ഒരു കാറിൽ നിന്നും ഒരു ബിസിനസ്മാൻ ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറോട് പറഞ്ഞു, നീ വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ കാറ്റൊക്കെ കൊണ്ട് നടന്നു വരാം. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ടും അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയില്ല. 2 ദിവസത്തിന് ശേഷം കാണുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചലമായ മൃതദേഹം പുഴയിൽ ഒഴുകി നടക്കുന്നതാണ്. കർണാടകയുടെ മുഖ്യമന്ത്രിയായിരുന്ന, മഹാരാഷ്ട്രയുടെ ഗവർണറായിരുന്ന, ഇന്ത്യയുടെ എക്സ്റ്റേണൽ മിനിസ്റ്ററായിരുന്ന SM കൃഷ്ണയെ കല്യാണം കഴിച്ച അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ്, മാളവികയുടെ ഭർത്താവ്, ഇന്ത്യയുടെ കോഫി കിങ് എന്നറിയപ്പെടുന്ന സിദ്ധാർത്ഥയുടെ മരണമാണ് എന്നെ പിടിച്ച് ഉലച്ചത്. എന്നെ മാത്രമല്ല, ഇന്ത്യയുടെ ബിസിനസ് കമ്മ്യൂണിറ്റിയെ മുഴുവനും പിടിച്ചുലച്ചത് ആ സങ്കടകരമായ മരണമായിരുന്നു. ഏകദേശം 15,000 കോടി ആസ്തിയുള്ള മനുഷ്യൻ, 12,000 ഏക്കർ കാപ്പിത്തോട്ടമുണ്ടായിരുന്ന മനുഷ്യൻ, ഏകദേശം 1,500ഓളം സ്വന്തമായി ഓഫീസുകൾ, കഫേ കോഫി ഡേ എന്ന് പറയുന്ന ഇന്ത്യയുടെ കോഫി കിങ് എന്നറിയപ്പെട്ടിരുന്ന സിദ്ധാർത്ഥ, അദ്ദേഹത്തിന് പണമുണ്ടായിരുന്നു, അധികാരത്തിന് അധികാരമുണ്ടായിരുന്നു, നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു, വലിയ വലിയ വക്കീലന്മാർ നിയമസഹായം കൊടുക്കുവാനുണ്ടായിരുന്നു, അദ്ദേഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പറയാറുണ്ട്, നമുക്ക് ജീവിതത്തിൽ സന്തോഷകരമായി ജീവിക്കണമെങ്കിൽ ധാരാളം പണം വേണം, അല്ലേ? വെൽത്ത് വേണം. രണ്ടാമതായി ഹെൽത്ത് വേണം. മൂന്നാമതായി നല്ല ഫാമിലി റിലേഷൻസ് വേണം. അതേപോലെ സ്വാധീനമുള്ള ബന്ധുക്കൾ വേണം. ഇതൊക്കെ ഉണ്ടായാലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി തന്നത് സിദ്ധാർത്ഥിൻ്റെ മരണമാണ്. അതായത് നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പണവും ഈ ബന്ധങ്ങളും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താണ് കാര്യം? അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇമോഷൻസിനെ മാനേജ് ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ മിസ്മാനേജ്മെൻ്റായി നടക്കുന്ന അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അതേപോലെ ഒരു ലീഡറുടെ ക്വാളിറ്റി എന്താണെന്നും എങ്ങനെ ഒരു സ്ഥാപനത്തെ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ മരണചിന്ത വരുന്ന സമയത്ത് ഒരു നല്ല സുഹൃത്തോ, ഒരു നല്ല മെൻറ്ററോ, ഒരു നല്ല കോച്ചോ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം നമ്മെ വിട്ടു പോകില്ലായിരുന്നു. അങ്ങനെയുള്ള എത്രയോ മരണങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിലൊന്ന് ആറ്റ്ലസ് ജ്വല്ലറിയുടെ ഉടമയായിരുന്ന രാമേന്ദ്രൻ സാറാണ്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ വളരെ ദയനീയമായി പരാജയപ്പെട്ട എത്രയോ ആളുകളെ നമുക്ക് കാണാം. ബിസിനസ് ഈസ് എൻ എക്കണോമിക് ആക്ടിവിറ്റി. ഇറ്റ് ഇൻവോൾവ്സ് പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിത്ത് എ വ്യൂ ടു ഏൺ പ്രോഫിറ്റ് എന്നാണ് പറയാറ്. അതായത് ബിസിനസ് പ്രോഫിറ്റ് ഇല്ലെങ്കിൽ ബിസിനസ് ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം മറ്റ് 3 ഫാക്ടേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യുന്ന ആളാണ് ഒരു ഓൺട്രപ്രണർ. അതായത് ഹ്യൂമൻ റിസോഴ്സസ്,
ക്യാപിറ്റൽ, ലാൻഡ്, ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഇത് മൂന്നിനെയും കോർഡിനേറ്റ് ചെയ്യുന്നൊരു വ്യക്തിയാണ് ഓൺട്രപ്രണർ. പക്ഷേ ഒരു ശരിയായ ഓൺട്രപ്രണർ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് അറിയില്ലെങ്കിൽ അത് അദ്ദേഹത്തെ ജീവിതത്തിൻ്റെ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് എത്തിക്കും എന്ന് പല പഠനങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ ബിസിനസ് കമ്മ്യൂണിറ്റിയെ സഹായിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചപ്പോഴാണ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേറ്റഡ് സെൻറ്ററുകളിൽ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലായി അധ്യാപകനായി ജോലി ചെയ്ത് എനിക്ക് ഇൻ്റർനാഷണൽ ബിസിനസ്സും ബിസിനസ് സ്റ്റഡീസും മാർക്കറ്റിങ്ങും HR മാനേജ്മെൻറ്റും ഇങ്ങനെയുള്ള ബിസിനസ് സബ്ജക്റ്റുകൾ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സെൻറ്ററുകളിൽ ബ്രിട്ടീഷ് കരിക്കുലത്തിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് തോന്നി ഇനിയുള്ള എൻ്റെ ജീവിതം ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ കൂടെ നിൽക്കാം. അവരുടെ സങ്കടങ്ങളിൽ, അവരുടെ ദുഃഖങ്ങളിൽ അവരെ കൈപിടിച്ച് അവരുടെ സ്ട്രെസ്സിൽ നിന്നും ആങ്സൈറ്റിയിൽ നിന്നും മാറ്റി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റാൻ വേണ്ടിയാണ് ഞാൻ ബിസിനസ് കോച്ചിങ് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇനി മുതൽ ഞാൻ ഇന്ത്യയിലും ലോകമെമ്പാടും വരുന്ന 1,00,000 ബിസിനസ്സുകാരെ സഹായിക്കാൻ വേണ്ടി അവരുടെ പ്രശ്നങ്ങളിൽ നിന്നും അവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് കുതിക്കാനും അവരുടെ ബിസിനസ് പ്രോഫിറ്റബിൾ ആൻഡ് സ്കെയിലബിൾ ആക്കാനും വേണ്ടി ഞാൻ ഇനി മുതൽ ബിസിനസ്സുകാരുടെ കൂടെ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പു തരികയാണ്. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത ഒരു ട്രെയിനിങ് നീഷാണ് ബിസിനസ് കോച്ചിങ്. അപ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളെ സഹായിക്കാൻ ഞാൻ ഇന്ന് കൂടിയുണ്ടാവുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. നമുക്ക് വീണ്ടും കാണാം, നമുക്ക് വീണ്ടും കേൾക്കാം. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് ഓൾ ഓഫ് യു എ ഗുഡ് ഡേ. ടേക്ക് കെയർ.